വാർത്തയിലേക്ക്. ശബരിമലയിൽ പ്രധാന നീക്കവുമായി ഹൈക്കോടതി. സ്ട്രോങ് റൂമിലെ എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും കണക്കെടുക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ പരിശോധനയ്ക്ക് ഉത്തരവിട്ടു. തിരുവാഭരണ രജിസ്റ്റർ ഉൾപ്പെടെ പരിശോധിക്കണം. 1999 മുതലുള്ള വിവരങ്ങളിൽ അവ്യക്തതയുണ്ടെന്ന് ഹൈക്കോടതി വിലയിരുത്തി. സ്വർണ്ണപ്പാളിയിലെ തൂക്കം കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് കോടതിയുടെ ഈ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി അഹമ്മദ് മുസ്തഫ കൊച്ചിയിൽ ചേർന്നു. മുസ്തഫ, എന്താണ് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം? എന്ത് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂവ്? ഇഷാദ്, നമുക്കറിയാം, ഈ സ്വർണ്ണപ്പാളികൾ മെയിൻ്റെനൻസിന് വേണ്ടി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ നിന്നത് കൊണ്ടുപോകുന്ന സാഹചര്യം 2019 നേരത്തെ തന്നെ മെയിൻ്റെനൻസ് നടത്തിയതാണ്. അതിനുശേഷം വീണ്ടും ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ഈ സ്വർണ്ണപാളികൾ കൊണ്ടുപോയി എന്നത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം വിശദമായി തന്നെ പരിശോധിക്കാൻ കോടതി മുതിരുന്നത്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ചില അവ്യക്തതകൾ കോടതിക്ക് ബോധ്യപ്പെടുന്നത്. സ്വർണ്ണപാളികൾ അതിന്റെ സൂക്ഷിച്ചിരിക്കുന്ന രജിസ്റ്ററുകൾ സംബന്ധിച്ചൊക്കെ ചില കണക്കുകളിലെ വ്യത്യാസമുണ്ട്. മാത്രമല്ല, ഈ കണക്കുകൾ വളരെ വിശദമായി തന്നെ പരിശോധിച്ചപ്പോഴാണ് കോടതി പറയുന്നത് 4.5 കിലോയിലധികം വരുന്ന ഭാരം ഈ ലോഹത്തിന് മൊത്തത്തിൽ ഒരു കോപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു ശില്പം, അതിന്റെ സ്വർണ്ണാഭരണമാണ് ഈ സ്വർണ്ണപാളി എന്ന് പറയുന്നത്. മൊത്തത്തിൽ ലോഹത്തിന്റെ കണക്കെടുക്കുമ്പോൾ 4.5 കിലോയിലധികം വ്യത്യാസമുണ്ട് എന്ന് കോടതി ബോധ്യപ്പെടുന്നത്. അങ്ങനെയാണ് ഒരു വളരെ വിശദമായ ഒരു പരിശോധനയ്ക്ക് കോടതി നിർദ്ദേശം നൽകുന്നത്. അപ്പോഴാണ് ചില ഗുരുതര വീഴ്ചകൾ, പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ കണക്ക് സൂക്ഷിക്കേണ്ട രജിസ്റ്ററുകളിലും മഹസർ രേഖകളിലും ഉൾപ്പെടെ ഒരു അലംഭാവമുണ്ട്, കൃത്യമായി കണക്ക് രേഖപ്പെടുത്താത്ത വിഷയങ്ങളുണ്ട് എന്നതൊക്കെ കോടതിക്ക് ബോധ്യപ്പെടുന്നത്. അങ്ങനെ വളരെ സമഗ്രമായി തന്നെ ഇതിന്റെ അന്വേഷണത്തിന് എല്ലാ ആംഗിളുകളും കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇന്ന് ഈ വിഷയം പരിശോധിച്ചപ്പോഴാണ് ഇത് മുമ്പത്തെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഇത് കൂടാതെ മറ്റൊരു സെറ്റ് സ്വർണ്ണപാളികൾ കൂടി ഉണ്ട്, അല്ലെങ്കിൽ ദ്വാരപാലിക ശില്പങ്ങൾ ഉണ്ട്, അതിനൊരു സ്വർണ്ണപാളി ഉണ്ട് എന്നൊരു വിവരം ആ രേഖകളിൽ നിന്ന് കോടതിക്ക് ബോധ്യമാകും. പക്ഷെ അത് കാണാനില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസറോട് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന നിലയിൽ രേഖപ്പെടുത്തിയ ഈ ശില്പങ്ങളെ സംബന്ധിച്ച് കൂടി ഒരു അന്വേഷണം നടത്തണം, അത് കണ്ടെത്താൻ കഴിയുമെന്ന് നോക്കണം, പരിശോധിക്കണമെന്ന് നിർദ്ദേശം കഴിഞ്ഞ സിറ്റിംഗിൽ നടത്തുകയും ചെയ്തത്. പക്ഷേ ഇന്നിപ്പോ കോടതി കൂടിയ സമയത്ത് ഈ ചീഫ് വിജിലൻസ് ഓഫീസർ കോടതിയെ അറിയിക്കുന്നു, കോടതിയുടെ നിർദ്ദേശപ്രകാരം സമഗ്രമായ ഒരു പരിശോധന നടത്തി. പക്ഷെ സ്ട്രോങ് റൂമിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല. അതായത് ആ വസ്തു മിസ്സിംഗ് ആണ് എന്നാണ് നിലവിൽ ബോധ്യപ്പെടുന്നത്. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അത് കണ്ടെത്താൻ കഴിയുകയും ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ കോടതി വളരെ സമഗ്രമായ ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയാണ്. നേരത്തെ ചീഫ് വിജിലൻസ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള 3 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകാനുള്ള ഒരു അന്വേഷണത്തിന് എല്ലാ വശങ്ങളും കൂടി പരിശോധിച്ചൊരു റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിരുന്നു. ആ അന്വേഷണം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ സ്ട്രോങ് റൂമിൽ നിന്ന് ഇത്തരം വസ്തുക്കൾ കാണാതായിട്ടുണ്ടോ, സ്ട്രോങ് റൂമിലെ നിലവിലെ അവസ്ഥ എന്താണ്, അവിടെ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളും കാണിക്കകളും ഒക്കെ ഉണ്ട്, അത്തരം വസ്തുക്കൾ കൂടി മിസ്സിംഗ് ആയിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് കോടതി കുറെ കൂടി ഗൗരവത്തോടെ പറയുന്നു. അതിനാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ സമഗ്രമായ പരിശോധനയും അന്വേഷണവും നടത്തണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നത്. രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച് ഈ സ്വർണ്ണാഭരണങ്ങൾ കണക്കെടുക്കണം. എത്ര സ്വർണം വന്നിട്ടുണ്ട്, എത്ര സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴെന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്നതുൾപ്പെടെ പരിശോധിക്കണം. അത് ഒത്തുനോക്കുന്നതിന് വേണ്ടി തിരുവാഭരണം രജിസ്റ്റർ എന്ന് പറയുന്ന പ്രത്യേക രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്റർ കൂടി പരിശോധിക്കണം. എത്ര അളവിൽ സ്വർണ്ണമുണ്ട്, അതിന്റെ മൂല്യം എത്രയാണെന്ന് കണക്കാക്കണം. നേരത്തെ കോടതി സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. 1999 മുതലുള്ള ഇങ്ങോട്ടുള്ള ഈ 2025 വരെയുള്ള വിവരങ്ങളിൽ ചില അവ്യക്തതകളുണ്ട്. പലയിടത്തും പല വിവരങ്ങളാണ്. അതുകൊണ്ട് ആ രജിസ്റ്റർ ഉൾപ്പെടെ പരിശോധിക്കണം. ഒപ്പം തന്നെ ഇതിന് സമാന്തരമായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ കോടതി നിർദ്ദേശിച്ചിട്ടുള്ള ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണവും കൂടി തുടരണമെന്ന് കൂടി കോടതി പറയുന്നു. ഒപ്പം തന്നെ സ്പോൺസറെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം കൂടി നടത്താൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ ഇന്ന് കോടതി പറയുന്നു ആ അന്വേഷണം അവിടെ നടക്കട്ടെ, പക്ഷെ അത് കേന്ദ്രീകരിച്ച് മാത്രമാകരുത് അന്വേഷണം. ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വീഴ്ചയുണ്ടോ, അവരുടെ ഭാഗത്ത് നിന്ന് ഇതിന് കൂട്ടുനിന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടോ, അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷണത്തിന്റെ ഭാഗമാക്കണം. ഒപ്പം തന്നെ ഇന്ന് കോടതി നേരത്തെ ഈ മെയിൻ്റനൻസിന് കൊണ്ടുപോയ സ്വർണ്ണപാളികൾ അത് തിരികെ എത്തിച്ച കാര്യം ഇന്ന് കോടതി അറിയിച്ചിരുന്നു. അതുകൊണ്ട് കോടതിയുടെ അനുമതിയോടുകൂടി അത് പുനഃസ്ഥാപിക്കാനും ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട്. മുസ്തഫ വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ.